ഇറാൻ അവയവക്കടത്ത് കേസിൽ പോലീസ് തിരയുന്ന മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നു. പ്രതി മധു അസർബൈജാനിലേക്കാണ് കടന്നത്. മധുവിന്റെ യാത്രകൾ തടയാൻ പാസ്പോർട്ട് റദ്ദാക്കാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഒരിക്കൽ വൃക്ക നൽകിയവരാണ് പിന്നീട് ഏജന്റ് ആകുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, വലിയ തരത്തിൽ ഈ കോടികൾ മറയുന്ന ഒരു ഇടപാടാണിത്, അവയവ കച്ചവടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇത്രയധികം അന്വേഷണം ഊർജിതമായി നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രധാന പ്രതിക്ക് മുങ്ങാൻ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ കഴിഞ്ഞത്? അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിലാണ് ഇവർ ഇറാനിലെത്തി ഈ വൃക്ക നൽകിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ ഈ മുഖ്യ പ്രതിയാണ് ഈ മധു. ഇയാൾ ഇറാനിൽ ഒളിവിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഇയാൾ മറ്റൊരു രാജ്യത്തേക്ക് കടന്നത്. നിലവിലിപ്പോൾ ഈ കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരും അതോടൊപ്പം തന്നെ ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട യുവാക്കളും അടക്കമാണ് ഇതിൽ പ്രധാന ദാതാക്കളായി ഉണ്ടെന്ന് കണ്ടെത്തിയത്. ആ ഘട്ടത്തിലാണ് തൃശൂർ സ്വദേശിയായിട്ടുള്ള സാബിത്തും കൊച്ചി സ്വദേശിയായിട്ടുള്ള സജിത്തും ഉൾപ്പെടെ പിടിയിലാകുന്നത്. നിലവിൽ ഈ മധുവിന്റെ യാത്രകൾ തടയാൻ വേണ്ടി പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദാക്കാനുള്ള നടപടി പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇയാൾ അസർബൈജാനിലേക്ക് കടന്നു എന്ന വിവരം വരുന്നത്. ഈ അവയവക്കടത്ത് സംഘത്തിന് രാജ്യത്തെ എല്ലായിടത്തും ഏജന്റുമാർ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് ഒരിക്കൽ വൃക്ക നൽകിയ ആളുകൾ തന്നെയാണ്. ഇവർ കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയാണ് ഈ പുതിയ ഇരകളെ കണ്ടെത്തി നൽകുകയും അതോടൊപ്പം തന്നെ അതിലൊക്കെ വരുന്നത് പ്രധാനമായിട്ടും ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലായ ആളുകളെയും ഒക്കെയാണ് ഇവർ കണ്ടെത്തി ഈ വൃക്ക നൽകാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ വൃക്ക നൽകിയ പാലക്കാട് സ്വദേശിയും ഈ റാക്കറ്റിന്റെ ഭാഗമാണുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആര്യ.